ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു വർക്കൗട്ടിനെ കുറിച്ചാണ്. എന്നാൽ ചിലരെങ്കിലും തെറ്റിച്ച് ചെയ്യുന്ന ഒരു വർക്കൗട്ട്, പുഷപ്സ്. അപ്പോൾ ഒരു പുഷപ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ അത് ശരിയായ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് വണ്ണമുള്ള ആളുകൾക്ക് പുഷപ്സ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ഈ വണ്ണമുള്ള ആളുകളുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് പുഷപ്സ് ചെയ്യാൻ പെട്ടെന്ന് അവർക്ക് കഴിയില്ല. അപ്പോൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന, അവരുടെ കൈകൾക്ക് സ്ട്രെങ്ത്ത് കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് വർക്കൗട്ടുകൾ ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ദയവായിട്ട് എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ പുഷപ്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കൈകൾ വയ്ക്കുന്ന പൊസിഷൻ നമ്മളുടെ ഷോൾഡർ വിട്ടിൽ നിന്ന് 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു സ്വല്പം മാറി വേണം കൈകൾ പ്ലേസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രതലത്തിൽ കൈകൾ പ്രസ് ചെയ്യുമ്പോൾ വിരലുകൾക്ക് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാതെ ഈ ഒരു ഭാഗം, കൈയുടെ ഈ ഭാഗം മാത്രം പ്രതലത്തിൽ പതിപ്പിച്ച് വെയിറ്റ് കൂടുതലായിട്ട് ഈ ഭാഗത്ത് തന്നെ കൊടുത്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്രീത്തിങ് പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പുഷപ്പ് ചെയ്ത് തള്ളുന്ന സമയത്ത് ബ്രീത്ത് പുറത്തേക്ക് വിടുക. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് നമ്മൾ പുഷപ്പ് താഴേക്ക് വരുന്ന സമയത്ത് ബ്രീത്ത് എടുക്കുക. തള്ളുന്ന സമയത്ത് ബ്രീത്ത് പുറത്തോട്ട് വിടുക. താഴോട്ട് വരുന്ന സമയത്ത് ബ്രീത്ത് എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കാലുകളുടെ പൊസിഷൻ, കാലുകൾ നമ്മുടെ ഷോൾഡർ വിത്തിൽ തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. ഒരുപാട് അകലെയോ അല്ലെങ്കിൽ അടുപ്പിച്ചോ വയ്ക്കാതിരിക്കുക. നമ്മളുടെ ഷോൾഡർ വിത്തിൽ കാലുകൾ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കാലിൻ്റെ പാദങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. ഇനി നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കെല്ലാം കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. കൈകളുടെ ഈ ഭാഗത്ത് കൂടുതൽ വെയിറ്റ് കൊടുത്ത് ഷോൾഡർ വിഡ്ത്തിന് അല്പം അകലെയായിട്ട് കൈകൾ പ്ലേസ് ചെയ്യുക. ഇത് ഷോൾഡർ വിഡ്ത്ത്. അതിൽ നിന്നും അല്പം അകലെയായി കൈകൾ പ്ലേസ് ചെയ്യുക. കാലുകൾ മാക്സിമം ഷോൾഡർ വിഡ്ത്തിൽ വയ്ക്കാൻ ശ്രമിക്കുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. ശരീരം ഒരുപാട് ഉയർത്തിയോ ഒരുപാട് താഴ്ത്തിയോ വയ്ക്കാതിരിക്കുക. മാക്സിമം ബോഡിയും കാലും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ പുഷപ്സ് ചെയ്യുക. മുകളിലോട്ട് പൊന്തുമ്പോൾ ബ്രീത്ത് പുറത്തോട്ട് വിടുക. താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് എടുക്കുക. ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണിത്. നീ പുഷപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. നോർമൽ പുഷപ്സ് ചെയ്യുന്ന പോലെ തന്നെ, പക്ഷേ കാലുകൾ ഇതുപോലെ മടക്കി വയ്ക്കുക. മുകളിലോട്ട് പോകുമ്പോൾ ബ്രീത്ത് പുറത്തോട്ട് വിടുക. താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് എടുക്കുക. കൈകൾ പൊസിഷൻ ചെയ്യേണ്ടത്, നമ്മൾ താഴോട്ട് വരുമ്പോൾ നമ്മളുടെ ചെസ്റ്റുകൾ 2 കൈകൾക്കിടയിൽ വരുന്ന രീതിയിൽ വേണം കൈകൾ പൊസിഷൻ ചെയ്യാനായിട്ട്. ശരീരഭാരം കൂടുതലുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ പുഷപ്പാണിത്. കൈകൾ ഇതുപോലെ പ്ലേസ് ചെയ്യുക. സാധാരണ പുഷപ്പ് ചെയ്യുന്ന പോലെ തന്നെ താഴോട്ട് വരിക, മുകളിലോട്ട് പോവുക. ബ്രീത്തിങ് തള്ളുന്ന സമയത്ത് പുറത്തോട്ട് വിടുക. താഴോട്ട് വരുന്ന സമയത്ത് ബ്രീത്ത് എടുക്കുക. പുറത്തോട്ട് വിടുക, ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് പുറത്തോട്ട് വിടുക. സ്റ്റാൻഡിങ് പൊസിഷനിലുള്ള പുഷപ്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാവുന്ന ഒരു പുഷപ്പാണിത്. അതിലും കുറച്ചുകൂടി ആംഗിളിലുള്ള ഒരു പ്രതലത്തിൽ കൈ അമർത്തുക. സാധാരണ പുഷപ്പ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ പുഷപ്പ് ചെയ്യുക.
എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും വർക്കൗട്ടുകളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം വേണമെങ്കിൽ ദയവായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ള വീഡിയോസ് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.